സർ രാഹുൽ ഈശ്വറിന് കിട്ടിയത് 8ന്റെ പണിയാണ്. ഇത് ചോദിച്ചു വാങ്ങിയതാണ്. കിട്ടേണ്ടത് തന്നെയാണെന്ന് പലരും പറയുന്നുണ്ട്. കാരണം പൊതുജനം ഒന്നടങ്കം പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ടല്ലോ. ആ കൂട്ടത്തിലാണ്. അതായത് വെറുപ്പിച്ച് എങ്ങനെയും വെറുപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പറയുമ്പോൾ മെല്ലെ ഹിന്ദുത്വയെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള കളികളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിത, ഈ അതിജീവിതയെ രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നു. ഈ അധിക്ഷേപിച്ചതിന് അദ്ദേഹം പറയുന്നത് ഞാൻ ആരുടെയും പടമൊന്നും കാണിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വ്യക്തി കാണിച്ചിട്ടുള്ള വീഡിയോ അതേപടി എടുത്ത് കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയം വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തിയത്. സത്യത്തിൽ മിണ്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. ആ വിഷയം എങ്ങനെയാണോ അത് രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്ത് പോവുകയും ചെയ്തേനെ. ഇത് വേണ്ട പണിയല്ലേ? കിട്ടേണ്ട പണി, 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. അത് കുറച്ച് നാൾ അവിടെ കഴിയട്ടെ. അദ്ദേഹം കാരണം ഇങ്ങനെ ഒരു മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വെള്ളം മാത്രം മതി, ഭക്ഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കഴിക്കുന്നുണ്ടല്ലേ? ബുദ്ധിപൂർവ്വം ശരീരത്തിന് കുറച്ച് ആവശ്യമാണ്. ശരീരം ഒന്ന് സ്ലിം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഹീസ് സപ്പോർട്ടിങ് ദി അൺസപ്പോർട്ടബിൾ. ഹീസ് സപ്പോർട്ടിങ് ദ അൺസപ്പോർട്ടബിൾ. ഒരിക്കലും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയാത്തതിനെ പിന്തുണയ്ക്കുക. ഇത്രയും നാൾ ചാനൽ അന്തിച്ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളല്ലേ, പത്രപ്രവർത്തകരുമായിട്ട് ഇത്രയും സഹവാസമുള്ള ആളല്ലേ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുകൊണ്ടൊരു സൗരഭ്യമൊന്നും ഉണ്ടാവേണ്ടതല്ലേ. പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം പൊതുവായിട്ട് പറയുന്നതിനെതിരെ പറയും, ഒഴുക്കിനെതിരെ നീന്തുക ഒഴുക്കിനെതിരെ നീന്തുക, അല്ലെങ്കിൽ ആ പൊതുവായിട്ട് പറയുന്നു. ഇപ്പൊ സാർ ഒരു കാര്യം പറയാം, അത് പൊതുവായിട്ടുള്ള കാര്യമായിരിക്കും, ഞാൻ അതിനെ എതിർത്ത് പറയുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടാകാം. അതായത് ഒന്ന്, എനിക്ക് എന്റെ ശരി അതായത് കൊണ്ടായിരിക്കാം ഇത് മനഃപൂർവ്വം പറയുക, കാരണം ഇങ്ങനെ പറഞ്ഞാലാണ് എന്നെ ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയാണ് മിക്കവാറും ആ ഷോയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് ആളൂരിന്റെ പരിപാടി. ആളൂരിന്റെ ഗോവിന്ദച്ചാമിക്ക് അനുകൂലമായിട്ട് പിന്തുണയ്ക്കാൻ ഒരിക്കലും കഴിയാത്ത ആളിനെ പിന്തുണയ്ക്കുന്ന രീതി പിന്തുടരുകയാണ് രാഹുൽ. അതിന് കിട്ടിയ പണിയാണിത്. എവിടെങ്കിലും ഇട്ട് കിട്ടേണ്ടത് തന്നെയായിരുന്നു ഇത്. ഇവിടെ രാഹുലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ പശവം പക്ഷിയെ പോലെ അന്തിച്ചർച്ച എന്ന് പറയുന്നത് മീൻ ചന്ത പോലെയാണ്. അതിൻ്റെ പുറത്തെ അതിനെ കൂടുതൽ വഷളാക്കുന്ന ഒരു ജോലിയാണ് ഇദ്ദേഹം ഏറെ നാളായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും രാഹുൽ ഉള്ള ചർച്ച, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാലേ ഞാൻ ആ ചർച്ചയിൽ നിന്ന് മാറും. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, റിമോട്ട് എടുത്ത് വെച്ചിട്ട് വേറെ ഓപ്റ്റ് ചെയ്യും. കാരണം വല്ലാത്തൊരു ശല്യമായിട്ട് ശല്യക്കാരനായിട്ടുള്ള വ്യവഹാരിയായിട്ടാണ് അവിടെ ഇരുന്ന് അലറി വിളിച്ചുകൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു അച്ചടക്കമില്ലാതെ തൻ്റേതല്ലാത്ത സമയത്ത് ആ മുഖത്ത് ആ ഭാവങ്ങളും സ്തോഭങ്ങളും ഒക്കെ മിന്നി മറയുന്നത് ഒരു ക്യാമറയ്ക്ക് ചേർന്ന അല്ല. അദ്ദേഹത്തിൻ്റെ വളരെ പക്വതയോടുകൂടി തന്ത്രത്തോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നവരെ നമ്മൾ ആരാധിച്ചു പോകും. ഇത് വലിയൊരു ശല്യം, പശവം പക്ഷി കിടന്ന് ചലയ്ക്കുന്ന പോലുള്ള. ചിലരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം ആയിരിക്കില്ല അവർ പറയുന്നത്, പക്ഷെ അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു സ്പോക്സ് പേഴ്സണ് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. അതല്ലാതെ ഇത്തരത്തിലല്ല ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ അദ്ദേഹം ഈ പറയുന്ന രാഹുൽ ഈശ്വർ കാണിച്ചിട്ടുള്ള ഷോ എന്ന് പറയുന്നത്, പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ ദൃശ്യങ്ങൾ കാണിച്ച ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ആ ലാപ്ടോപ്പ് എടുത്ത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഇതേ വീഡിയോ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് ഇതിന്റെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതൊക്കെയും ഇതെല്ലാം തന്നെ തെളിവായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പറയുന്നു, പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ് താൻ കുറ്റം ചെയ്തില്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണ്. കോടതിയിലും ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് അഭിഭാഷകൻ ഉണ്ടായിട്ടും ആ വക്കീലിനെ ഒരു മൂലക്കിരുത്തിയിട്ട് ഇങ്ങനെ വാദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്നാൽ പിന്നെ എന്തിനാണ് അഭിഭാഷകനെ കൊണ്ട് എവിടെയും കയറി അങ്ങ് ഓവർ ഷൈൻ ചെയ്തതാണ്. ഇംഗ്ലീഷ് മലയാളം നന്നായിട്ട് സംസാരിക്കാം അറിയാവുന്ന ആളാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ച ആളുമാണ്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഉപരിപ്ലവമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. ഒരു ഡെപ്തുമില്ലാത്ത അഭിപ്രായങ്ങൾ, ശൂന്യതയിലാണത് വ്യാപരിക്കുന്നത്. തന്നെയല്ല, താനെന്തോ വലിയ മറ്റുള്ളവരെക്കാളിലുമൊക്കെ ശരിയായിട്ടുള്ള ഒരാളാണെന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. അതാണ് എപ്പോഴും കയറിയിരുന്ന് ശല്യപ്പെടുത്തിക്കൊണ്ട് മുഖത്ത് അസഹിഷ്ണുതയുടെ ഭാവം കാണിച്ചുകൊണ്ട് ഒരു വരി കൂടി എന്നൊക്കെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുമ്പോൾ വളരെയധികം നോസിയ അല്ലെങ്കിൽ വമനേച്ച ഛർദ്ദിക്കാൻ തോന്നുകയാണ്. കാരണം ഇതിൻ്റെ TV ഫോർമാറ്റിൽ പറ്റിയ ഒന്നല്ല. നാടകങ്ങളിൽ ചിലപ്പോൾ അനുവദനീയമായിരിക്കും. TV ഫോർമാറ്റിൽ കൂളായിട്ട് ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്.
അത് നളിൻ കോഹ്ലി, ഏറ്റവും വലിയ ഉദാഹരണം നളിൻ കോഹ്ലി, അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിലെ. എത്ര ഭംഗിയായിട്ടും ചിട്ടയായിട്ടുമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, ഒരു സ്തോഭവും ഇല്ലാതെ. അങ്ങനെയുള്ളതാണ്. അതൊരു കലയാണ്. ആ കലയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ചുമ്മാ കിടന്ന് ബഹളം വെച്ചിട്ട് ഇന്ന് ഒരു വരി തരൂ പിന്നെ സ്വയം പറയുകയാണ് ഞാൻ ഇന്നതാണ് ഞാനൊരു ദേശീയവാദിയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ദേശീയ പതാകയുടെ ചിഹ്നം എടുത്ത് തോളത്ത് വെച്ചോണ്ട് ഒരു തരം തലയിൽ ഒരു പക്വതയില്ലായ്മ. രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ കാണിക്കുന്നതോ അതുപോലൊരു നാടകമാണ് വാസ്തവത്തിൽ അന്തിച്ചർച്ചാ പാനലുകളിൽ ഇരുന്നു കൊണ്ട് ഈ രാഹുൽ ഈശ്വർ കാണിക്കുന്നത് എന്ന് ശരിയായിട്ട് പറയാം. നന്ദിപൂർവ്വം ഓർക്കുന്ന അദ്ദേഹം ഞാൻ വിളിച്ച ചർച്ചകളിൽ പലപ്പോഴും വന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അഡിക്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്, കാമ്പും തുടവും പിന്നെ തൂക്കവുമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലഹരണപ്പെട്ട് ഈ അന്തിച്ചർച്ചകളിൽ പതിവായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ നട്ടും ബോൾട്ടും എല്ലാം ലൂസായി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ചർച്ചകൾ വളരെ അരോചകമായിട്ട് ഭവിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത്. ആവശ്യമില്ലാത്ത സപ്പോർട്ടുകൾ. ഇയാളുടെ സപ്പോർട്ട് ആർക്ക് വേണം? ഇദ്ദേഹം എന്താ വിചാരിക്കുന്നത്? വേറൊരു കോംപ്ലക്സും കൂടെ ഉണ്ട്. ഒന്നാമത് പുരുഷന്മാർക്ക് ബാധിക്കുന്ന ആളാണ്. അത് അസോസിയേഷൻ തന്നെ ഉണ്ടല്ലോ. പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നത് ലോജിക്കലായിരിക്കണം. അദ്ദേഹം ഇത്രയൊക്കെ അഭ്യസ്ത വിദ്യനല്ലേ, ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? മെൻസ് അസോസിയേഷൻ പറഞ്ഞൊന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ ആകാം. ആ വാദിക്കുന്നത് യുക്തിഭദ്രമായിട്ടായിരിക്കണം. യുക്തിയെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഇമോഷണലാവുക, പലപ്പോഴും സെൻറ്റിമെൻ്റലാവുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല യുക്തിഭദ്രമായിട്ട് പറയാൻ വേണ്ടി. അതിലൊരു നാടകം കാണിക്കുക. അന്തിച്ചർച്ച പാനലിൽ വന്നിരുന്ന് നാടകം കാണിക്കുക, അതാണ് ചെയ്യുന്നത്. നാടകത്തിനുള്ള വേദിയല്ല അന്തിച്ചർച്ച. ഗൗരവമുള്ള ഡിബേറ്റ് പലപ്പോഴും നടക്കുന്നില്ല. പിന്നെ എപ്പോഴും പ്രജുഡിസ്ഡാണ്, മുൻവിധിയോടുകൂടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ള വേറൊരു കാര്യം. അത് പോയിക്കോട്ടെ. പക്ഷേ അവിടെയെങ്കിലും നമ്മുടെ ഒരു അന്തസ്സ് പാലിക്കേണ്ടത്. ഇദ്ദേഹത്തിന് എന്തൊക്കെയോ കോംപ്ലക്സ് ഉണ്ട്. താൻ തന്ത്രി കുടുംബത്തിൻ്റെ ആളാണെന്നുള്ളൊരു സുപ്പീരിയോറിറ്റി തലക്കനമുണ്ട്. അതുപോലെ തന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ചതാണെന്നുള്ള തലക്കനം. പിന്നെ വളരെ സുന്ദരനാണെന്നൊരു ഭാവം മുഖത്ത് വരുന്നുണ്ട്. മഹാവൃത്തികേടാണ്. എത്ര സുന്ദരനാണെങ്കിലും സുന്ദരനാണ് താനെന്നൊരു ഭാവം വരുമ്പോൾ വ്യത്യാസമുണ്ട്. ഒരുതരം ആ ഒരു കോംപ്ലക്സും കൂടെ അദ്ദേഹത്തിനുണ്ട്. സൗന്ദര്യം, വിദ്യാഭ്യാസം, അതുപോലെ കുടുംബം. ഈ മൂന്നിൻ്റെ ഒരു അതാണ് അറ്റൻഷൻ സീക്കിങ്ങുമാണ് അദ്ദേഹം. വളരെ വളരെ അത് തന്നെയല്ല, തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ടു മേക്ക് ഹിസ് പ്രസൻസ് ഫെൽറ്റ്. ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അതിന് കിട്ടിയ ശിക്ഷയാണ് ഇദ്ദേഹത്തിന്. ഓവർ ഷൈനിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ആഹാരം വേണ്ട, നിരാഹാരം. മഹാത്മാഗാന്ധി ഇരുന്ന പോലെ എന്തോ നിരാഹാരമായിട്ട് രാഷ്ട്രം വിചാരിക്കുമെന്നോ മറ്റോ അദ്ദേഹം ധരിച്ചിരുന്നു. ഒരു ചുക്കുമില്ല. പട്ടിണി കിടന്നാൽ അത്രയും നാളത്തെ ആരോഗ്യം നഷ്ടപ്പെടും. സത്യത്തിൽ ഇത്തരത്തിൽ പട്ടിഷോ കാണിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമായിരിക്കുന്നു? ഒരു ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കാൻ തന്നെ നോക്കൂ. കോടതിയിൽ സ്വന്തം അഭിഭാഷകനെ വയ്ക്കുന്നു. ആ അഭിഭാഷകൻ സംസാരിക്കുമ്പോൾ സിനിമാ സ്റ്റൈലിൽ വാദം നടത്തുന്നു രാഹുൽ ഈശ്വർ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കോടതിയും കണ്ടുകൊണ്ടിരിക്കും. കോടതിയുടെ സമയം പോവുകയാണ്. ഒരു അഭിഭാഷകനെ വെച്ചിട്ട് ആ അഭിഭാഷകൻ അവിടെ പ്രസന്റ് ആയിരിക്കെ ഇദ്ദേഹം കയറി വാദിക്കുന്നു. അത് എന്ന് പറയുന്നത് കോടതി വെറുതെ ഇരിക്കുന്നതല്ലല്ലോ, കോടതിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ക്ഷമിക്കണം പ്രജ, ക്ഷമിച്ചാൽ ഞാനൊരു കാര്യം പറയാം. കുണ്ടികുലുക്കി പക്ഷി എന്ന് പറഞ്ഞിട്ട് പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ വിചാരം താൻ ഇത് നടന്നു പോകുമ്പോൾ ഭൂമി മുഴുവൻ ഇരുന്ന് കുലങ്ങുക. അതുപോലെ വിചാരമുള്ള ഒരാളാണ്. ശരിക്കും നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവും, നാട്ടും പുറത്തുകാർക്ക് ശരിക്കും മനസ്സിലാവും ഇതാണ് സംഭവം. അതുപോലെ മച്ചിലൊക്കെ പല്ലികൾ കാണാം. ഇവിടെ ഇപ്പോൾ AC മുറി ആയതുകൊണ്ട് കാണാനില്ല. ആ പല്ലിയുടെ വിചാരം ഭിത്തിയെ താങ്ങി വയ്ക്കുന്നത് താനാണ് വിചാരിക്കുന്ന പോലെ. ഒരു ചുക്കും സംഭവിക്കത്തില്ല രാഹുൽ. നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ അത്രയും അവിടെ കിടക്കുന്ന കൊതുകും മൂട്ടകടിയും കൊള്ളാം, മൂത്രത്തിൻ്റെ ഗന്ധവും അറിയാം. നിങ്ങൾക്ക് അവിടെ നല്ല ഒന്നാന്തരം ചപ്പാത്തിയും ചിക്കൻ കഴിക്കുമെന്ന് അറിയില്ല. പക്ഷേ വെസ്റ്റേൺ നേച്ചറാണ്, കഴിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ കിട്ടുമായിരുന്നു. വെറുതെ അതെല്ലാം നഷ്ടപ്പെടും, ഒരവസരം നഷ്ടപ്പെടും. എന്തിന്? ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാനും പോകുന്നില്ല. ABC ഹിന്ദി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക.